ചില്ലി ചമ്മന്തിക്കായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചെല്ലി ഇട്ടിട്ട് വറുത്തെടുക്കാം. ചില്ലി വറുത്ത അതേ ചട്ടിയിൽ തന്നെ കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പച്ചമാങ്ങയും ചെല്ലിയും ചമ്മന്തിയാണ്. അപ്പോൾ അതിലേക്കുള്ള പച്ചമാങ്ങ അരിഞ്ഞെടുക്കാം. ഇങ്ങനെ കാട്ടുന്നതിലൂടെ അതിൽ വരുന്ന പൊടികളും മറ്റും നമുക്ക് പാറ്റി കളയാൻ എളുപ്പമായിരിക്കും. അരിഞ്ഞു വെച്ച മാങ്ങ മിക്സിയിലിൻ്റെ ജാറിലേക്ക് ഇടുക. അത് അരച്ചെടുക്കാം. അരച്ചെടുത്തതിലേക്ക് ആ മുളകും പൊടി, കുറച്ച് ഉപ്പ്, അതിലേക്ക് ചിരകി വെച്ച തേങ്ങയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ചെല്ല് ചേർക്കാം. ചെല്ല് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ചമ്മന്തി റെഡി. ഇനി പരിപ്പ് കറിക്കായിട്ടുള്ള പരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കാം. പരിപ്പ് ഒരു ചട്ടിയിലേക്ക് മാറ്റി കുറച്ച് വെള്ളം വെച്ചിട്ട് അടുപ്പത്ത് തിളയ്ക്കാൻ വയ്ക്കാം. തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് എന്നിവ ചേർക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും ചേർത്ത് ഒന്നും കൂടി തിളപ്പിക്കാം. അത് അടുപ്പത്തു നിന്ന് വാങ്ങി ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് താളിച്ചൊഴിക്കാം.